വാർത്തയിലേക്ക്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ സുപ്രീം കോടതി വിമർശനം. നിരപരാധികൾക്ക് നേരെ അതിക്രമം കാണിച്ചവർ ആരായാലും നിയമം അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യമാണ്. ആരുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് കണ്ടെത്തി ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നില്ലെങ്കിൽ അന്വേഷണം അർത്ഥശൂന്യമാണെന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. പെല്ലറ്റ് പ്രയോഗം മൂലം 19 വയസ്സുകാരൻ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, എന്താണെന്ന് കോടതിയിൽ ഉണ്ടായത്? ആദ്യഘട്ടത്തിൽ ഹർജി പരിഗണിക്കാനോ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കാണാതിരിക്കാനോ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇപ്പോൾ ശക്തമായ നിരീക്ഷണമാണ് ഇപ്പോൾ ഡൽഹി പോലീസിനെതിരെ നടത്തിയിരിക്കുന്നത്. ഡൽഹി പോലീസിനെതിരായ പരാതികൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് തുറന്ന കോടതിയിൽ വിമർശനം ഉന്നയിച്ചത്. പെല്ലറ്റ് പ്രയോഗം മൂലം 19 വയസ്സുകാരന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായി. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ഇലക്ട്രിക് ബാറ്റ് ഉപയോഗിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായി. മുള്ളു കടുപ്പിച്ച ആണി കടുപ്പിച്ച ലാത്തിയുടെ ഉപയോഗം ജീവൻ നഷ്ടമാകാൻ പോലും കാരണമാകും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, സിവിൽ വേഷത്തിലെത്തിയ പോലീസ് വലിയ അതിക്രമമാണ് അവിടെ ഉണ്ടാക്കിയത്. പ്രകോപനമില്ലാതെ യുവതിയെ പോലീസ് അടിച്ചതായി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. മാത്രമല്ല, ഗുരുതരമായി പരിക്കേറ്റ് യുവതി ഇപ്പോഴും ചികിത്സയിലാണ്. പ്രതിഷേധം സമാധാനപരമായിരുന്നു എന്നുകൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ കേന്ദ്രം ഇക്കാര്യത്തിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിന് വേണ്ടി വാദിക്കാൻ എത്തിയ സോളിസിറ്റർ ജനറൽ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് എന്നുള്ള ഒരു അഭിപ്രായം കൂടിയാണ് അവിടെ കോടതിയിൽ പറഞ്ഞത്. ആക്രമണങ്ങൾ നടത്തിയത് വിദ്യാർത്ഥികൾ അല്ല, മറിച്ച് ചില സാമൂഹ്യ വിരുദ്ധരാണെന്ന് കൂടി പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ അക്രമം ഉണ്ടായതും ഗൗരവത്തോടെ കാണുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. മാത്രമല്ല, ഇനി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സ്വതന്ത്രമായ അന്വേഷണം അതാരായാലും മുൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും കമ്മിറ്റികൾ നിയോഗിച്ചാലും തെറ്റില്ല. കോടതി തീരുമാനിക്കുന്ന ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. അത് സർവാത്മന അംഗീകരിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ വാദിച്ചത്. സുമോദ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ മഫ്തിയിൽ സിവിൽ വേഷത്തിൽ പോലീസ് അവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ കോടതി നിരീക്ഷിച്ചത്. ഈ പോലീസ് അല്ലാത്ത ആളുകൾ മഫ്തി വേഷത്തിൽ ലാത്തിയുമായി വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്തു എന്ന് ഹർജിക്കാർ ആരോപിച്ചിരുന്നോ? മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഡൽഹി പോലീസിനെതിരെ ഒരു കുറ്റപത്രം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. അതിലാണ് സിവിൽ ഡ്രസ്സിലെത്തിയ പോലീസുകാരെ കുറിച്ച് പറയുന്നത്. മറ്റു പല വാദങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബീഹാറിൽ ഉപയോഗിച്ചിരിക്കുന്നത് AK-47 ആണ്. വിദ്യാർത്ഥികൾക്ക് നേരെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള AK-47 ഉപയോഗിച്ചത് എന്ന് പറയണം. മാത്രമല്ല, ഇന്നലെ രാത്രിയോടെ FIR-കൾ എല്ലാം റദ്ദാക്കിയതായി ബീഹാർ അറിയിച്ചെങ്കിൽ പോലും കസ്റ്റഡിയിലെടുത്തവരെ ഇതുവരെ വിട്ടയച്ചിട്ടില്ല. മാത്രമല്ല, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത, ഇപ്പോഴും 13 വയസ്സുകാരനടക്കം ബീഹാർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് പോലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ വാദമുഖത്തിനിടയിൽ അഭിഭാഷകർ ഉന്നയിക്കുകയാണ്. സുമോദ്, ഈ പോലീസ് അക്രമത്തിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടമായ കാര്യം ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ടോ? പോലീസ് അതിക്രമത്തിൽ ജീവൻ നഷ്ടമായ കാര്യമല്ല പറയുന്നത്. പോലീസ് അതിക്രമം മൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരു വിദ്യാർത്ഥിനിക്ക് യുവതിക്ക് അവർ സമാധാനപരമായി സമരം ചെയ്തവരെ യുവതിയെ വളരെ ഗുരുതരമായി ലാത്തി ചാർജ് ചെയ്യുകയായിരുന്നു ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അവർ ഇപ്പോഴും ചികിത്സയിലാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വാദമുഖം ഇപ്പോഴും തുടർന്ന് വരികയാണ്. ശരി, ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജികൾ പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഗൗരവമുള്ള നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് പോലീസ് അതിക്രമങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആരോപണം ശരിയെങ്കിൽ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നതെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഡൽഹി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. സുമോദ് തന്നെ ചേരുന്നു വീണ്ടും. സുമോദ്, എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഈ ലാത്തിചാർജിൽ ഇടപെട്ടിരിക്കുകയാണ്. ക്രൂരമായ ലാത്തിചാർജാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് വ്യക്തമായ മറുപടി ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. 2 ആഴ്ചക്കുള്ളിൽ ഡൽഹി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ട് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ആരോപണങ്ങൾ ശരിയാണെങ്കിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും ഈ ഹർജി എത്തിയപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്.